കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ, മുൻ MD കെ രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് CBIക്ക് അനുമതി നൽകിയത്. വിവരം സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. ആന്റണി ജിസ് ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും കേസുമായി ബന്ധപ്പെട്ട ഒടുവിൽ സർക്കാർ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുകയാണ്. ഈ വിവരം ഇന്ന് സർക്കാർ കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ 6 വർഷത്തിന് ശേഷമാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത്, 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 3 തവണ CBI ഇത് സംബന്ധിച്ച് പ്രോസിക്യൂഷന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട അപേക്ഷ നൽകി. പക്ഷേ 3 തവണയും വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അത് തള്ളുകയാണ് ചെയ്തത്. പിന്നീട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇതിനെതിരെ വടിയെടുത്തതോടുകൂടിയാണ് ഇപ്പോൾ ഒരു പക്ഷേ ഗത്യന്തരമില്ലാതെ എന്ന നിലയിൽ തന്നെ സംസ്ഥാന സർക്കാർ ഈ പ്രോസിക്യൂഷന് അനുമതി നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്ത അന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷിനെ കോടതി വിളിച്ചു വരുത്തിയിരുന്നു. മുഹമ്മദ് ഹനീഷ് കഴിഞ്ഞ തവണ കോടതിയിലെത്തി മാപ്പ് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. ഇന്നിപ്പോൾ അത് ഔദ്യോഗികമായി തന്നെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. 2006 മുതൽ 2015 വരെ ഇപ്പോൾ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന ഈ ആർ ചന്ദ്രശേഖരൻ അന്ന് ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു. ഈ കാലഘട്ടത്തിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ ഏതാണ്ട് 80ഓളം കോടിയുടെ രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് CBIയുടെ കണ്ടെത്തലെന്ന് പറയുന്നത്. അന്നത്തെ MD ആയിരുന്ന KA രതീഷിനും ഇതിൽ പങ്കുണ്ട് എന്നും CBI കണ്ടെത്തിയിരുന്നു. അത് സംബന്ധിച്ചുള്ള കുറ്റപത്രം തിരുവനന്തപുരം CBI കോടതിയിൽ CBI നൽകുകയും ചെയ്തു. പക്ഷേ ഈ പ്രതികളെ വിചാരണ ചെയ്യണമെങ്കിൽ ഇവർ രണ്ടുപേരും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പദവികളിൽ ഇരുന്ന ആളുകളായിരുന്നതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഇവരെ വിചാരണയ്ക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകേണ്ടതുണ്ട്. അതിനെ തുടർന്നാണ് CBI ഈ അനുമതി തേടി ഹൈക്കോടതി ഈ സർക്കാരിനെ സമീപിച്ചത്. പക്ഷേ 3 തവണയും ഇത് തള്ളുന്ന സാഹചര്യത്തിലാണ് പിന്നീട് അത് CBI കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ UDF സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ INTUC കോൺഗ്രസിൻ്റെ അനുകൂല സംഘടനയാണ്. കോൺഗ്രസിൻ്റെ നേതാവാണ് ആർ ചന്ദ്രശേഖരൻ. ആർ ചന്ദ്രശേഖരനെ സംബന്ധിച്ച അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ സംസ്ഥാന സർക്കാരിലുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇത്തരമൊരു നടപടി, അതായത് വിചാരണ ചെയ്യാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ കോൺഗ്രസ് നേതാവിനെ, INTUCയുടെ നേതാവിനെ 3 തവണ പിണറായി വിജയൻ സർക്കാർ സംരക്ഷിച്ചു എന്നുള്ളതും ഇക്കാര്യത്തിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും കടകംപള്ളി മനോജ് എന്ന പൊതുപ്രവർത്തകരാണ് ഇത് സംബന്ധിച്ചൊരു പരാതി ആദ്യം വിജിലൻസിന് നൽകുന്നത്. ഇത് സംബന്ധിച്ച് പിന്നീട് വിജിലൻസിൻ്റെ അന്വേഷണം തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഇത് വിദേശത്തു നിന്നുള്ള ഇറക്കുമതി ആയതിനാൽ വിജിലൻസിന് അത് അന്വേഷിക്കാനുള്ള അധികാരമില്ല. തുടർന്ന് ഈ കേസ് CBIക്ക് വിടുകയാണ് ചെയ്തത്. CBI ആണ് പിന്നീട് ഈ കേസ് അന്വേഷിക്കുകയും ഇതിൽ ഈ ആർ ചന്ദ്രശേഖരൻ, ചെയർമാനായിരുന്ന ആർ ചന്ദ്രശേഖരനും അതുപോലെ തന്നെ MDയുമായിരുന്ന KA രതീഷിനും ചേർന്ന കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നതടക്കമുള്ള കണ്ടെത്തലുകളും CBI നടത്തിയിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതിലെ വിചാരണ നടപടികൾ തുടരുക എന്നുള്ളതാണ്. ഈ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പ്രതികൾ സുപ്രീം കോടതി അടക്കം സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും അതെല്ലാം തള്ളപ്പെട്ട് കുറ്റപത്രം CBI സമർപ്പിച്ചു. പക്ഷേ വിചാരണയുള്ള അനുമതി CBIക്ക് ലഭിച്ചില്ല. അത് 6 വർഷത്തോളമായി ഇങ്ങനെ ഫയലിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ കോടതി വടിയെടുത്തതോടെയാണ് ഇപ്പോൾ UDF സർക്കാരിനാണെങ്കിലും അത്തരമൊരു അനുമതി നൽകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ തീരുമാനം കോടതിയെ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്യും. ശരി, വ്യക്തമാണ്. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.